നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ തൃശൂരിൽ വോട്ട് ചേർക്കാൻ നൽകിയത് വ്യാജ സത്യപ്രസ്താവനയാണെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും ഇരട്ട വോട്ട് മാത്രമല്ല, ഇരുവർക്കും 2 തിരിച്ചറിയൽ കാർഡുകൾ വീതവുമുണ്ട്. ഒരാൾക്ക് ഒരു വോട്ടർ ID കാർഡ് മാത്രമേ കൈവശം വെക്കാൻ പറ്റൂ എന്നിരിക്കെയാണ് ഈ ഗുരുതര കുറ്റം ഇവർ ചെയ്തിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ഇരുവുപുരം നിയമസഭാ മണ്ഡലത്തിൽ സുഭാഷ് ഗോപിയുടെ വോട്ടും അതുപോലെ തന്നെ ഭാര്യ റാണിയുടെ വോട്ടും ഒരു ഐഡിയയിലും, എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ പട്ടിക സുഭാഷിന്റെ വോട്ടും റാണിയുടെ വോട്ട് ID മറ്റൊരു നമ്പറിലുമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലാകട്ടെ ഇരുവർക്കും നിലവിൽ കൊല്ലം കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും വോട്ടുണ്ട്. തൃശൂരിൽ ഇവർ ഒരു തരത്തിലും സ്ഥിരതാമസക്കാരല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വിവരങ്ങൾ. മാത്രവുമല്ല, ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നഗ്നമായ ലംഘനം നടത്തിയ ഇരുവരും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്ന ആരോപണവും ഉയർന്നു വരികയാണ്. നിയമപരമായി ഒരാൾക്ക് ഒരു ID കാർഡ് മാത്രമാണ് കൈവശം വെക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാർഡ് ലഭിച്ചാൽ ഉടൻ തന്നെ മറ്റേ കാർഡ് റദ്ദാക്കണം. ഇരട്ട കാർഡുകൾ ഉപയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, BJPയുടെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള ഇരട്ട ID കാർഡ് നിർമ്മിച്ച ആയിരക്കണക്കിന് വോട്ടർമാരെയാണ് ഇവർ തൃശൂരിൽ പട്ടികയിൽ കയറ്റിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ 2 തിരിച്ചറിയൽ കാർഡ്, എപ്പിക് അഥവാ ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. ഇതിന് നിയമപരമായ അടിസ്ഥാനവുമുണ്ട്. 1950 പ്രാതിനിധ്യ നിയമം. ഇതിൽ സെക്ഷൻ 17 അനുസരിച്ച് ഒരു മണ്ഡലത്തിൽ കൂടുതൽ ഒരിടത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, സെക്ഷൻ 18 അനുസരിച്ച് ഒരാൾക്ക് ഒരു മണ്ഡലത്തിലും പട്ടികയിലും ഒരേ സമയം 2 എൻട്രികൾ ഉണ്ടാകാൻ പാടില്ല എന്നും പറയുന്നു. അതുപോലെ തന്നെ 1951 പ്രാതിനിധ്യ നിയമം. ഇത് സെക്ഷൻ 31 അനുസരിച്ച് തെരഞ്ഞെടുപ്പ് പട്ടികയിൽ തെറ്റായ വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യുകയോ ഒന്നിലധികം എൻട്രികൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നവർക്ക് ജയിൽ ശിക്ഷ അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ ഇരുണ്ടും ലഭിക്കും. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് തെറ്റായ വിവരങ്ങൾ നൽകി സർക്കാർ രേഖകൾ സമ്പാദിക്കൽ ശിക്ഷാ നിയമത്തിലെ 419 അനുസരിച്ച് താനല്ലാത്ത ആളായി രജിസ്റ്റർ ചെയ്താൽ 3 വർഷം തടവും പിഴയും. സെക്ഷൻ 420 അനുസരിച്ച് കബളിപ്പിക്കലിന് 7 വർഷം വരെ തടവും പിഴയും.